നമസ്കാരം. അവസാനം ഫലസ്തീൻ ചിരിക്കുകയാണ്. അത് അവർ ചിരിക്കാതെ ഒരിക്കലും ലോകം അവസാനിക്കില്ല എന്ന് പലരും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനിലെ കൂട്ടക്കുരുതിക്ക് കാരണക്കാരായിട്ടുള്ള, ഇറാനിലെ കൂട്ടക്കുരുതിക്ക് കാരണക്കാരായിട്ടുള്ള, ലബനോനിലെ കൂട്ടക്കുരുതിക്ക് കാരണക്കാരായിട്ടുള്ള മൊസാദിനെ ഇറാൻ വേരോടെ ഇങ്ങ് പിഴുതെടുത്തിരിക്കുകയാണ്. ടെല്ലവീവിലെ മൊസാദിന്റെ ആസ്ഥാനം നിന്ന് കത്തുകയാണ്. ഒരു തീകോളമായി മാറിയിരിക്കുകയാണ്. അത്തരത്തിലൊരു ചിത്രം ഇപ്പോൾ ഇറാന്റെ IRGC പുറത്തുവിട്ടിരിക്കുകയാണ്. ഇത് ട്രംപിനുള്ള ഒരു മറുപടിയാണ്. അതായത് ട്രംപ് കഴിഞ്ഞ ദിവസം ഇറാനിലെ ഒരു പാലം തകർത്തതുമായി ബന്ധപ്പെട്ടൊരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഇറാന് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. എത്രയും പെട്ടെന്ന് ഒരു കരാറിലെത്തുക, കരാറിലെത്തിയില്ലെങ്കിൽ ഇതായിരിക്കും ഫലം. നിങ്ങളുടെ പാലങ്ങളല്ല, അതിലും വലിയത് ഞങ്ങൾ തകർത്ത് കളയുമെന്നുള്ള ഒരു ഭീഷണിയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ പാലം തകർത്തതിന്റെ ചിത്രങ്ങളാണ് ട്രംപ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത്. എന്തായാലും പാലത്തിന് പണി പാലത്തിൽ തരാം, അതിനു മുമ്പ് ഈ ചിത്രം ഒന്ന് കണ്ടോളൂ എന്നാണ് IRGC പറയുന്നത്. ടെല്ലവീവിലെ മൊസാദിന്റെ ആസ്ഥാനം പൂർണ്ണമായും തകർന്നിരിക്കുന്നു, വേരോടെ പിഴുതെടുത്തിരിക്കുന്നു. വളരെ കൃത്യമായി ആക്രമിക്കാനുള്ള ഞങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് ഇനിയും ബോധ്യപ്പെട്ടില്ലെങ്കിൽ അധികം വൈകാതെ ബാക്കിയുള്ളത് തരാമെന്നുള്ള ഒരു മുന്നറിയിപ്പും ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക തകർത്ത പാലത്തിൽ തന്നെ മറുപടി തരുമെന്ന് പറഞ്ഞ് ആ പാലത്തിന്റെ പേര് വിവരങ്ങൾ കൂടെ ഇപ്പോൾ IRGC പുറത്തുവിട്ടിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും ഏത് രീതിയിലാണോ ഇറാനെ ആക്രമിക്കുന്നത് അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കുക, ഒട്ടും പുറകോട്ടില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗൾഫ് മേഖലയിലുള്ള നിരവധി പാലങ്ങളിലാണ് ഇപ്പോൾ ഇറാൻ കണ്ടുവച്ചിരിക്കുന്നത്. സൗദി അറേബ്യയും അതുപോലെ തന്നെ ബഹ്റൈനും ഒക്കെ ഒന്നാകുന്ന ഒരു പാലമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു പാലമാണ്. ഈ പാലത്തിലാണ് ഇപ്പോൾ ഇറാന്റെ കണ്ണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഗൾഫ് മേഖലയിലെ നിരവധി പാലങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. UAE ഷെയ്ഖ് സായിദ് പാലമാണ് ഇവിടെ ഇറാൻ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പാലം. അതുപോലെ തന്നെ കടൽ പാലങ്ങൾ, സൗദി അറേബ്യയിലെ പാലങ്ങൾ, കുവൈത്തിലെ പാലങ്ങൾ ഉൾപ്പെടെ 11ഓളം പാലങ്ങൾ ഞങ്ങൾ തകർത്ത് കളയുമെന്ന് ഇവിടെ ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയുണ്ട്. അമേരിക്ക ഇതുവരെ ആ വാർത്തയുമായി ബന്ധപ്പെട്ട ആ വാർത്ത സ്ഥിരീകരിക്കുന്ന ഒരു വിവരങ്ങളും അവരുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിട്ടില്ല. അതായത് ഇവിടെ അമേരിക്കയുടെ ഒരു സ്റ്റെൽത്ത് വിമാനം തകർത്തു എന്ന് ഇറാൻ അവകാശപ്പെട്ടിരുന്നു. അതിന്റെ ചിത്രങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. അമേരിക്ക സ്ഥിരീകരിക്കാത്ത സാഹചര്യത്തിൽ ഇന്നാ പിടിച്ചോ തെളിവ് എന്ന് പറഞ്ഞുകൊണ്ട് വിമാനം തകർന്ന് തലകീഴായി വീഴുന്ന ദൃശ്യങ്ങൾ കൂടെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പൈലറ്റിനു വേണ്ടി, സൈനികർക്കു വേണ്ടി വ്യാപകമായി അമേരിക്കയുടെ എയർഫോഴ്സ് തിരച്ചിൽ ആരംഭിച്ചു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. എന്നാൽ ഇവിടെ പൈലറ്റിനെ ഞങ്ങൾ പിടികൂടിയിട്ടുണ്ട് എന്ന ഒരു വിവരവും പുറത്തു വരികയാണ്. നേരത്തെ ഇറാൻ തന്നെ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ അവർ അവകാശപ്പെട്ടിരുന്നത്, ഈ പൈലറ്റ് കൊല്ലപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ്. എന്നാൽ പൈലറ്റിനെ ഞങ്ങൾ പിടികൂടി എന്ന് ഇറാൻ ചിത്രങ്ങൾ സഹിതം ആ വിവരം കൂടെ പുറത്തുവിട്ടിരിക്കുന്നു. ഇത് CNN ന്യൂസാണ് ഇപ്പോൾ ഈ ഒരു വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് അമേരിക്ക ഏത് രീതിയിലാണോ ഇറാനെ കൈകാര്യം ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ, ആ നാണയത്തിന്റെ മറ്റൊരു വശം എന്ന രീതിയിൽ തന്നെ ഇവിടെ ഇറാൻ തിരിച്ചടിക്കുകയാണ്. ഗൾഫ് മേഖലയിൽ ഉടനീളം വലിയ ആക്രമണങ്ങൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറാൻ നടത്തിയിട്ടുണ്ട്. അബുദാബിയിലൊക്കെ ഒരുപാട് വലിയ തീപിടുത്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ തീ അണക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഗൾഫ് മേഖല ഇപ്പോൾ നിന്ന് കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇസ്രായേൽ നിന്ന് കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ബങ്കറിൽ അഭയം തേടുന്നതിന് വേണ്ടി ഇസ്രായേലിൽ ഒരു മന്ത്രിയുടെ വസതിയിലേക്ക് ഓടിക്കയറി. എന്തായാലും ഈ മന്ത്രി ഈ ഓടിക്കയറി വന്ന ഇസ്രായേലി പൗരന്മാരെ പടിയടച്ച് പുറത്താക്കിയിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നു. അതായത് നിങ്ങളാണ് ഈ യുദ്ധം ഉണ്ടാക്കിയത്, എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ പിടിച്ച് പുറത്താക്കുകയാണോ എന്ന് ചോദിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ മന്ത്രിയോട് തട്ടിക്കയറി. ഇസ്രായേൽ മാധ്യമങ്ങൾ പോലും ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും മന്ത്രി പറയുന്നത് 8-10 മിനിറ്റുകളുണ്ട് മെസ്സേജ് ലഭിച്ച് മറ്റ് ബങ്കറുകളിൽ അഭയം തേടാനുള്ള സമയമുണ്ട്, പിന്നെ എന്തിനാണ് ഓടി വന്ന് മന്ത്രി ഒക്കെ സുരക്ഷിതമായി ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഓടിക്കയറി അതിക്രമിച്ച് കയറാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നൊരു ചോദ്യമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇസ്രായേൽ മാധ്യമങ്ങളും മന്ത്രിയെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലികൾ പറയുന്നത്, സാധാരണ ഇപ്പോൾ സൈറൺ മുഴങ്ങിയാൽ സെക്കൻഡുകൾ മാത്രമാണ് കിട്ടാറുള്ളത്, അതുകൊണ്ട് ഏറ്റവും അടുത്തുള്ള ബങ്കറിൽ അഭയം തേടുക എന്നത് മാത്രമാണ് ഒരു വഴി. എന്തായാലും അങ്ങനെ ഏറ്റവും അടുത്തുള്ള ഒരു ബങ്കർ എന്ന രീതിയിലാണ് മന്ത്രിയുടെ വസതിയിലേക്ക് കയറാൻ ശ്രമിച്ചത്. പക്ഷെ മന്ത്രി ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പിടിച്ചു പുറത്താക്കുകയാണ്. ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടി വരുന്നത്. നേരത്തെ ഖുദ്സ് ദിനവുമായി ബന്ധപ്പെട്ട് ഇറാനിലെ തെരുവിൽ മസൂദ് പെസഷ്കിയാനും അതുപോലെ തന്നെ അലി ലാരിജാനിയും ഒക്കെ ആ ആളുകൾക്കൊപ്പം നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണ്, ജനങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും, ഇത്തരത്തിലുള്ള ജനങ്ങളാണ് ഞങ്ങളുടെ ശക്തി എന്നൊക്കെ പറഞ്ഞാണ് അവർ രംഗത്തെത്തിയത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസവും അത്തരത്തിലുള്ള ചില ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അബ്ബാസ് അരാക്ചിയും അതുപോലെ തന്നെ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും
അവിടെ ഭരണകൂടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയ ആളുകൾക്കൊപ്പം അവർ നടന്നു നീങ്ങുന്ന, പെട്ടെന്നാണ് അവർ ഈ ആൾക്കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഈ ആൾക്കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ട ആളുകളുമായി കെട്ടിപ്പിടിക്കുന്നു, അതുപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊടുക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ്, നിങ്ങളെ വിട്ടൊരു കളിക്കും ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ് സാധാരണക്കാരുടെ കൂടെ നിൽക്കുകയാണ്. എന്തായാലും അത്തരത്തിലുള്ള ജനങ്ങളെയാണ് ഭിന്നിപ്പുണ്ടാക്കി അവിടെ ആഭ്യന്തര കലഹം ഉണ്ടാക്കാൻ മൊസാദും CIA ഒക്കെ ശ്രമിച്ചത്. എന്തായാലും അങ്ങനെ ശ്രമിച്ച ആളുകൾ, അവരെ ഭരിക്കുന്ന ആളുകൾ, ഇസ്രായേലിലെ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ അവിടുത്തെ സാധാരണക്കാരെ പടിയടച്ച് പുറത്താക്കുന്ന കാഴ്ച കൂടെ ഇപ്പോൾ ലോകം കാണുകയാണ്. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മണിക്കൂറുകളിൽ അമേരിക്കക്കും ഇസ്രായേലിനും ഒക്കെ ഉണ്ടായിട്ടുള്ള നഷ്ടം വളരെ വലുതാണ്. വരും മണിക്കൂറുകൾ അതിനേക്കാൾ ഭയാനകമായിരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്.